പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ പിണറായി വിജയൻ സർക്കാർ ഒഴിഞ്ഞു, അടുത്ത UDF സർക്കാർ കയറി. പിണറായി വിജയൻ സർക്കാർ എന്ന് പറഞ്ഞാൽ LDFിൻ്റെ, എന്നാലും പിണറായി വിജയനായിരുന്നു അതിനകത്തെ മെയിൻ ആൾ. ഇപ്പോൾ UDF സർക്കാർ കയറിയിട്ട് ഒരു മാസത്തിനകം പല ചർച്ചകളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്മയും തിന്മയും ഒക്കെ ഭൂരിഭാഗം പേരും പറയുന്ന നന്മകൾ തന്നെയാണ്. തിന്മകൾ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ KPCC പ്രസിഡൻറ്റ്, നമ്മുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് സണ്ണി ജോസഫ് MLA ആയി മന്ത്രിയായി. അപ്പോഴത്തേനും അവിടെ ഒരു ഒഴിവ് വന്നിരിക്കുക. അത് ഈ ഒരു മാസത്തിനകം അത് ചർച്ച ചെയ്യാതെ പോയി. അതിപ്പോൾ മാധ്യമങ്ങളായത് കുറ്റിപ്പൊക്കി നമ്മുടെയൊക്കെ ചെവിയിലെത്തിക്കുന്നത് അവരുടെ ഒരു കുഴപ്പമായിരിക്കും. അപ്പോൾ ഇനി ആര് വരണം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ചരടുവലികൾ തുടങ്ങിയിരിക്കുകയാണ്. ആരാകണം? അപ്പോൾ ഇരട്ടപ്പദവി പാടില്ല എന്നുള്ളൊരു നല്ല കാര്യമാണ്. ഒരു MLA ആയിരിക്കുന്ന ആൾ MLAയുടെ കാര്യം നോക്കിയിട്ട് അവിടെ നിൽക്കുക, അദ്ദേഹം വേറൊരു പദവി നോക്കാതിരിക്കുക. MP ആണെങ്കിൽ അത് നോക്കാതിരിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ചാടി വേണ്ടിയിരിക്കുന്ന പാർട്ടികൾ, ഇപ്പോൾ ഉണ്ണിത്താനെ നമ്മൾ വളരെ ബഹുമാനിക്കുന്നൊരു പാർട്ടിയാണ്. കാര്യം പുള്ളിക്കാരനെ തോൽപ്പിക്കുന്ന സീറ്റ് തലശ്ശേരിയിൽ എന്താ പറയുന്നത്, കോടിയേരി ബാലകൃഷ്ണനെതിരായിട്ട് വരെ മത്സരിപ്പിച്ച് തോറ്റ് ഒടുവിൽ പുള്ളിക്ക് തോക്കുമെന്ന് കണ്ടിട്ട് കാസർഗോഡ് നിന്ന് ജയിച്ച ഒരു ആൾ. ഇത്രയും ഒക്കെ കിട്ടിയിട്ട് പുള്ളിക്കിപ്പോൾ ഒരാഗ്രഹം, എനിക്ക് KPCC പ്രസിഡൻ്റ് ആയിക്കൊള്ളാം. അതുപോലെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരാഗ്രഹം. ഇവരൊക്കെ എത്രയോ കൊല്ലങ്ങളായിട്ട്, കൊടിക്കുന്നിൽ സുരേഷ് എത്രയോ കൊല്ലം കൊണ്ടായിട്ട് MP ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവരൊക്കെ സ്വയം മാറി നിൽക്കണം. ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് പറയുന്നത്, മാറി നിന്നിട്ട് ഒരു പുതിയ ഒരു അധികാര സ്ഥാനവും ഇല്ലാത്ത ഒരാൾ, എന്നുവെച്ചാൽ ഇരട്ട ഇല്ലാത്ത ഒരാളെയാണ് ഈ KPCC പ്രസിഡൻ്റായിട്ട് പരിഗണിക്കേണ്ടത്. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും യോഗ്യൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ചെറിയാൻ വലിപ്പാണ്. പക്ഷേ ചെറിയാൻ വലിപ്പിനെ ആർക്കും വിശ്വാസമില്ല. പുള്ളിക്കാരൻ്റെ ചില പ്രകടനങ്ങളൊക്കെ അതുപോലെ. ചെറിയാൻ വലിപ്പിനെ ആണ് ഇത് ചെയ്യിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, ജോസഫ് വാഴയ്ക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയാൻ വലിപ്പിനെക്കാട്ടിലൊക്കെ ജൂനിയറാണ്. ചെറിയാൻ വലിപ്പ് പക്ഷേ ഇപ്പോഴത്തെ പുള്ളിയുടെ പ്രായപരിധി അനുസരിച്ച് പുള്ളിക്ക് കൊടുക്കണ്ട. പക്ഷേ പുള്ളിക്ക് ഒരു രാജ്യസഭാ മെമ്പർഷിപ്പെങ്കിലും അടുത്ത പ്രാവശ്യം കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ ഒരധികാരവും ഇല്ലാത്ത ജോസഫ് വാഴയ്ക്കനെ പോലുള്ള ആരെയെങ്കിലും പരിഗണിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഓക്കെ, ജയ് ഹിന്ദ്.